ലീഡർഷിപ്പ്, അതായത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ പലതരം ലീഡർഷിപ്പ് ഉണ്ട്. അതായത് നമ്മുടെ രാജ്യം, നമ്മുടെ കുടുംബം, നമ്മുടെ സമൂഹം, നമ്മൾ വർക്ക് ചെയ്യുന്ന എൻവിറോൺമെൻറ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു സെൻറ്റർ ഓഫ് ആക്ഷൻ ഉണ്ട്. മനസ്സിലായോ? ഒരു ലീഡർഷിപ്പ് എന്നാണ് അതിന് പറയുന്നത്. അപ്പം ഈ ലീഡർഷിപ്പ് എന്നത് ഡിഫറെൻറ്റ് തരത്തിലുണ്ട് എന്നതുകൊണ്ട് ഇതെല്ലാം നമ്മളൊന്ന് ചെറുതായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്, പ്രത്യേകിച്ച് നേഴ്സിംഗ് ഫീൽഡിൽ. കാരണം ഇവിടെ പല തട്ടായിട്ട് പല രീതിയിലാണ് അധികാരം ഉപയോഗിക്കപ്പെടുന്നത്. അപ്പം എന്തൊക്കെയാണ് ആ ലീഡർഷിപ്പ് എന്ന് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. അതിൽ ഒന്നാമത്തെ സംഭവമാണ് ഓട്ടോക്രസി. ഇത് പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമല്ല. കാരണം ഇത് മെയിനായിട്ട് ഏകാധിപത്യ രാജ്യങ്ങളിലാണ് ഈ ഓട്ടോക്രസി എന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഉള്ളത്. അല്ലെങ്കിൽ രാജഭരണം, പട്ടാള ഭരണം, അങ്ങനെയുള്ളിടത്തൊക്കെ ആയിരിക്കും ഒരു സെൻറ്റർ ഓഫ് ആക്ഷൻ ഉള്ളത്. അത് ഒരാളായിരിക്കും, അതായത് വൺ പേഴ്സണിൽ കേന്ദ്രീകൃതമായിരിക്കും, ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമായിരിക്കും അതിൻ്റെ സംവിധാനങ്ങൾ. അതിനാണ് ഓട്ടോക്രസി എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പറ്റും. കാരണം കൂടുതൽ ആരോടും ആലോചിക്കേണ്ട കാര്യമില്ല, സ്വന്തമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും. അപ്പം അതിൻ്റെ റിസ്ക്കും അതുപോലെ തന്നെയാണ്. കാരണം ഒരു പേഴ്സണൽ ഫ്രീഡം ആർക്കും ഉണ്ടാകത്തില്ല. എല്ലാവരും ഭരിക്കപ്പെടുക, ആരുടെ അഭിപ്രായത്തിനോ ഒപ്പീനിയനോ ഒന്നും ഒരു സ്ഥാനവും ഇല്ല. കാരണം ആരും മൈൻഡ് ചെയ്യുന്നില്ല. സെൻറ്റർ ഓഫ് ആക്ഷൻ ആരാണോ എടുക്കുന്നത് അയാൾ പറയുന്ന പോലെ മാത്രമേ കാര്യങ്ങൾ പോകത്തുള്ളൂ. ഇതിനാണ് ഓട്ടോക്രസി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഡെമോക്രാറ്റിക്. ഡെമോക്രാറ്റിക്കിൽ എന്നും ഒരു സെൻറ്റർ ഉണ്ടായിരിക്കും. പക്ഷേ ഈ സെൻറ്ററിന് എന്തുമാത്രം പ്രാധാന്യമുണ്ടോ അതുപോലെ പ്രാധാന്യം എല്ലാവർക്കും കാണും. മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും ഭരണം നടക്കുന്നത് ഈ ഡെമോക്രാറ്റിക് രീതിയിലാണ്. കാരണം ഇവിടെ സെൻറ്ററിന് എന്തുമാത്രം അധികാരമുണ്ടോ അത് എല്ലാവർക്കും ഉണ്ടായിരിക്കും. പക്ഷെ ഡിസിഷൻ മേക്കർ എപ്പോഴും സെൻറ്റർ തന്നെയായിരിക്കും. അതായത് ഏറ്റവും നല്ലതായ ഒരു കാര്യത്തിന് ബാക്കിയുള്ളവരുടെ പിന്തുണ നേടി അവരിൽ നിന്ന് അഭിപ്രായം സ്വീകരിച്ച് അവരിൽ നിന്ന് കേൾക്കാനുള്ളതെല്ലാം കേട്ട് സെൻറ്ററിനെ സ്വന്തമായിട്ട് ഒരു തീരുമാനമെടുത്ത് അതിനെ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ പ്രവർത്തിക്കാനുള്ള കഴിവ് ഈ ഡെമോക്രാറ്റിക്കിലുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഡിസ്കസീവ് ഡിസിഷൻ ആയതുകൊണ്ട് തീരുമാനം താമസിക്കും. 100 പേർക്ക് 100 അഭിപ്രായങ്ങൾ കാണും. അതിൽ യോജിപ്പിക്കുന്നവരെല്ലാം ഒരുമിപ്പിച്ച് ഒരു കാര്യം നടത്തിക്കൊണ്ട് വരാനായിട്ട് ഭയങ്കര ഡിലേ ആയിരിക്കും. ഇവിടെ ഓട്ടോക്രസിയിൽ പെട്ടെന്ന് പറ്റുമെങ്കിൽ ഇവിടെ മാസങ്ങളോളം എടുക്കും. അപ്പം ആ മാസങ്ങളോളം എടുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി എല്ലാ മേഖലകളിലേക്കും വരും ഡെമോക്രസി ആയതുകൊണ്ട്. അതായത് ഡെമോക്രാറ്റിക് ഭരണ സംവിധാനമാണ് നിലനിൽക്കുന്നത്. കാരണം കൂട്ടായ ഡിസിഷനുകളാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. സെൻറ്ററിന് പ്രത്യേകിച്ച് അധികാരം ഉണ്ടെങ്കിലും പെട്ടെന്നൊരു കാര്യം എടുക്കാൻ പറ്റത്തില്ല. കാരണം ഒരു ഡിസ്കസീവ് ആൻസറുകൾക്കായിരിക്കും അയാൾ പ്രാധാന്യം നൽകുന്നത്. ഒരുപാട് പേരുമായിട്ട് ചർച്ച ചെയ്ത് അതിൽ നിന്ന് ഉരുവാകുന്ന ഒപ്പീനിയനുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അയാളുടെ ഡിസിഷൻ. പക്ഷേ സെൻറ്റർ ഓഫ് ആക്ഷൻ ഉണ്ട്, ഡീസെൻട്രലൈസ്ഡാണ്, എല്ലാവർക്കും പ്രാധാന്യമുണ്ട് അതിനകത്ത്. ഓട്ടോക്രസിയിൽ സെൻട്രലൈസ്ഡ് ആയിരിക്കും. പിന്നെ അടുത്തതാണ് ലൈസർ ഫയർ, ലൈസസ് ഫയർ. അതായത് ലൈസസ് ഫയർ എന്ന് പറയുന്ന ഒരു ലീഡർഷിപ്പ് ഉണ്ട്. ഇതിനകത്ത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ സെൻറ്റർ പലപ്പോഴും മാറി നിൽക്കുമായിരിക്കും. സെൻറ്റർ അല്ലായിരിക്കും പലപ്പോഴും തീരുമാനം എടുക്കുന്നത്. ഈ കമ്പനികളുടെയൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡ് കണ്ടിട്ടില്ലേ? അവിടെയൊക്കെ ഭരണം നടത്തുന്നത് ഇങ്ങനത്തെ രീതിയിലാണ്. പലപ്പോഴും ഓണർ അവിടെ കാണത്തില്ല, മെയിൻ ആൾ അതിനകത്ത് കാണത്തില്ല, അവിടെ കാണത്തില്ല. പുള്ളി എന്തെങ്കിലും സപ്പോർട്ടോ തീരുമാനങ്ങളോ ഒക്കെ എടുക്കേണ്ട ഒരു ആവശ്യം വരുമ്പോഴാണ് വരുന്നത്. പക്ഷെ ബോർഡ് ഓഫ് കൺട്രോൾ ആണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. മനസ്സിലായോ? അവരുടെ ഇഷ്ടത്തിന്, അവരുടെ ആഗ്രഹത്തിന്, അവർക്ക് പരമാധികാരം ലഭിക്കത്തക്ക രീതിയിലായിരിക്കും പലപ്പോഴും ബോർഡിലെ കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ അധികാരം എല്ലാവർക്കും, ഒരു 10 പേരുണ്ടെങ്കിൽ ആ 10 പേർക്കും അധികാരം ഒരുപോലെ കൈയാളാൻ പറ്റുന്നത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈഗോ ക്രാഷ് ഒക്കെ ഉണ്ടാവും. അപ്പം അത് ഭരണ സുതാര്യതയെ ബാധിക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ലീഡർ വരുമ്പോഴും ലീഡറിൻ്റെ
അധികാരം ഉപയോഗിക്കാത്ത, അധികം അധികാരം കൊടുക്കാത്ത ആളായതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും കേൾക്കണമെന്നില്ല. പക്ഷെ പുള്ളിക്ക് അധികാരമുണ്ട്. ഇടപെടേണ്ട സമയത്ത് മാത്രമേ ഇടപെടാറുള്ളൂ. അപ്പം അതിനെക്കുറിച്ച് പൊതുവായ ഒരു അറിവ് പുള്ളിക്ക് കാണത്തില്ല. അപ്പം അതിനെക്കുറിച്ച് ലീഡർ പഠിക്കാനൊക്കെ സമയമെടുക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിനുണ്ട്. മെയിനായിട്ട് ഇവിടെ ഓട്ടോണമി എപ്പോഴും ടീം മെമ്പേഴ്സിനായിരിക്കും. അവർക്കേ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാവുള്ളൂ. അപ്പം അവരിൽ നിന്ന് കേട്ട് പഠിച്ചിട്ടേ ലീഡറിന് ഒരു തീരുമാനം എടുക്കാൻ സമയം എടുക്കും. കൂടുതലായിട്ട് കമ്പനി ഭരണങ്ങളൊക്കെ പോകുന്നത് ഇങ്ങനെയാണ്. പിന്നെ ബ്യൂറോക്രാറ്റിക് ഭരണ സംവിധാനത്തിൽ എന്നും ഒരു സെറ്റ് ഓഫ് റൂള് വേണം. അതായത് ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്, ആ ഡോക്യുമെൻറ്റിനാണ് പവർ. ഈ ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്നത് ആരൊക്കെ ചേർന്നാണോ അവർക്കൊക്കെ ചേർന്ന് അവരുണ്ടാക്കി വെച്ചേക്കുന്ന ഡോക്യുമെൻറ്റിനാണ് പവർ. ആ സെറ്റ് ഓഫ് റൂളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ബ്യൂറോക്രസിയുടെ അടിസ്ഥാനം. ഇതിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. എത്രയാണോ ചെയ്യേണ്ടത് അതിനൊരു റൂളുണ്ട്. ആ റൂളിൽ നിന്ന് വിട്ട് ആർക്കും പോകാൻ പറ്റത്തില്ല. പിന്നെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് കൂടുതൽ ഒരു ഗോളുണ്ട്. ഇതിൻ്റെ ലീഡറിന് ഒരു ഗോളുണ്ട്. മനസ്സിലായി? ഈ ഗോളുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരെ കൂട്ടിച്ചേർത്ത് ഒരു ലക്ഷ്യത്തിലേക്ക്, ഈ ഗോളിലേക്ക് എത്തുന്ന ഒരു പരിപാടിയാണ്. ഇത് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പാണ്. നവോത്ഥാന നായകന്മാരെല്ലാം ഈ ട്രാൻസ്ഫോർമേഷണൽ ലീഡേഴ്സാണ്. കാരണം അവർ കാലഘട്ടം ഇതുവരെ ചിന്തിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സങ്കല്പവും വ്യത്യസ്തമായ ഒരു ഗോളും അവർക്കുണ്ട്. ആ വ്യത്യസ്തമായ ഗോളിലേക്ക് എത്താൻ ആഗ്രഹമുള്ളവരെല്ലാം കൂട്ടിച്ചേർത്ത് അവരെ സപ്പോർട്ട് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ആ വിഷൻ്റെ ഇതിലേക്ക് അവരെന്തോരം അടുക്കാൻ എന്തോരം ചെയ്യണമെന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുപോകുന്ന ഒരു സെറ്റ് ഓഫ് ഗോളാണ്. പിന്നെ സെർവൻ്റ് ലീഡർഷിപ്പ്. ഇവിടെ ലീഡർ എപ്പോഴും ആളുകളെ ഹെൽപ്പ് ചെയ്യാനും അവരെ സഹായിക്കാനും ഒക്കെ റെഡി ആയിരിക്കും. ജീസസ് ക്രൈസ്റ്റിനെ അതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്. കാരണം അധികാരം സ്വന്തമായിട്ട് ഉപയോഗിച്ച് തൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ചുറ്റും നിൽക്കുന്നവരെ ഉപയോഗിക്കാതെ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി സ്വയം ഇറങ്ങിത്തിരിക്കുന്ന ഒരു പ്രത്യേകതയാണ് ഈ സെർവൻ്റ് ലീഡർഷിപ്പ്. ഇത് നിന്ന് കാണാൻ വളരെ പാടാണ്. കാരണം അങ്ങോട്ട് ഹെൽപ്പ് ചെയ്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ ഫാമിലിയിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഇങ്ങനെയാണ്. അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കുകയല്ല. മനസ്സിലായോ? അങ്ങനത്തെ ഒരു ലീഡർഷിപ്പിന് പറയുന്നതാണ് സെർവൻ്റ് ലീഡർഷിപ്പ്. അങ്ങോട്ട് സ്നേഹിച്ച് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ ഉയർത്തിക്കൊണ്ട് വന്ന് ലക്ഷ്യത്തിലെത്തുന്ന ഒരു രീതിയാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടതായിട്ട് പറയുന്ന ലീഡർഷിപ്പുകൾ. ഓക്കെ, താങ്ക് യു.